ഹായ്, ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 11/5/2026, അതായത് ഇന്നലെ നടന്ന PSC മെയിൻ എക്സാമിനേഷന്റെ, അതായത് അറ്റൻഡർ KSIDCയിലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ അറ്റൻഡർ തസ്തികയിലേക്കുള്ള 199/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിനേഷന്റെ മെയിൻ എക്സാമിനേഷൻ ആയിരുന്നു ഇന്നലെ കണ്ടക്ട് ചെയ്തിരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം അനുബന്ധ വസ്തുതകളും നമ്മൾ നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി 18/5/2026 മെയിൻ എക്സാമിനേഷൻ എഴുതുന്നത്, അതായത് അറ്റൻഡർ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലെയും അതുപോലെ തന്നെ സെയിൽസ് വുമൺ ഗ്രേഡ് 2 അതുപോലെ തന്നെ സെയിൽസ്മാൻ ഗ്രേഡ് 2 തസ്തികകളിലേക്ക് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സിലേക്ക് മെയിൻ എക്സാമിനേഷനൊക്കെ എഴുതുന്നവർക്കും അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ എഴുതുന്നവർക്കും കമ്പനി ബോർഡ് LGSന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്നവർക്കെല്ലാം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ അനുബന്ധ വസ്തുതകളും നോക്കി പോകുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആയിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി അല്ലെ, ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട 7-അംഗ ഡ്രാഫ്റ്റിംഗ് ചെയർമാനായ വ്യക്തിയാണ്, അധ്യക്ഷനായ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയോഗിക്കപ്പെടുന്ന ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് അല്ലെ, അതുപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതായത് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഭരണഘടനാപരമായുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ആർട്ടിക്കിൾ 32നെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സാമൂഹിക നീതിയും സമത്വവുമായിട്ട് ബന്ധപ്പെടുത്തി തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 17 പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളും സംവരണവും ഉറപ്പാക്കുന്നതിനും അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയിൽ വ്യവസ്ഥകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിനായിട്ട് ആ ജനാധിപത്യ സംവിധാനം സ്ഥാപിക്കുന്നതിനായി ശക്തമായി വാദിച്ച നമ്മുടെ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്. ഇവിടെ 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. നമുക്കറിയാം, ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കാൻ രൂപീകരിച്ച സഭയാണ് ഏത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ഭരണഘടനാ അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് 1934 MN റോയിയാണ് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. നമുക്കറിയാം, തുടക്കത്തില് ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് 389 അംഗങ്ങൾ 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ വിഭജനത്തിനൊക്കെ ശേഷം അത് 299 അംഗങ്ങളായി കുറയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം, കൗണ്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ തുടക്കത്തിൽ ഈ
ഭരണഘടനാ നിർമ്മാണ സഭയില് 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ 389 അംഗങ്ങള് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 299 ആയി കുറഞ്ഞു എന്നറിയാം. അതുപോലെ തന്നെ ഓരോ പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരൊക്കെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു. 15 വനിതാ അംഗങ്ങൾ, ഇമ്പോർട്ടന്റ് ആണ്, 15 വനിതാ അംഗങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയില് ഉണ്ടായിരുന്നത്. ഇതിൽ മലയാളി സാന്നിധ്യം നമുക്കറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയില് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ എന്നീ മലയാളി വനിതകൾ ഉൾപ്പെട്ടിരുന്നു. 15 വനിതാ അംഗങ്ങളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയില് ഉണ്ടായിരുന്നത്. അതില് മലയാളികളായ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രിൻ എന്നിവർ ഉൾപ്പെട്ടിരുന്നു എന്നറിയാം. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനായിരുന്നു പ്രായം കൂടിയ അംഗമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. എക്സാമിന് ചോദിക്കാൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 1946 ക്യാബിനറ്റ് മിഷന്റെ പ്ലാൻ പ്രകാരമാണ്, അല്ലെ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത്, അല്ലെ. അപ്പോൾ അതിനകത്തെ പ്രധാന വസ്തുതകളാണ്: താത്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നിയമിച്ചു. അതുപോലെ തന്നെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11 മുതൽ. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്ന 1946 ഡിസംബർ 9 അത് സ്ഥിരം അധ്യക്ഷനാവുന്നത് ഡിസംബർ 11 മുതലാണ്. അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റുമാർ അറിഞ്ഞിരിക്കുന്ന HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. HC മുഖർജി, VT കൃഷ്ണമാചാരി എന്നിവർ ആയിരുന്നു വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ ഭരണഘടനയുടെ ഉപദേഷ്ടാവ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഭരണഘടനാ ഉപദേഷ്ടാവ് BN റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേഷ്ടാവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭരണഘടനാ ഉപദേഷ്ടാവ് ആരായിരുന്നു? BN റാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇതിന്റെ ആദ്യ സമ്മേളനം, ഇതാണ് ക്വസ്റ്റ്യൻ, അല്ലെ. ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്ന 1946 ഡിസംബർ 9 ഈ 1946 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. അതായത് ഇന്നത്തെ പാർലമെന്റ് സെൻട്രൽ ഹാളിനെയാണ് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് അറിയപ്പെട്ടിരുന്നത്, ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 1946 ഡിസംബർ 13. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുകയും അതുപോലെ തന്നെ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്ന ഡിസംബർ 13 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഈ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന തയ്യാറാക്കിയത്. ഈ ഭരണഘടന എന്നാണ് അംഗീകരിച്ചത്? നമുക്കറിയാം 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഈ ഭരണഘടനയിൽ 284 അംഗങ്ങൾ ഒപ്പുവെച്ച എണ്ണം അറിഞ്ഞിരിക്കണം. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 1950 ജനുവരി 24 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കുകയും അങ്ങനെ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, ഇത്രയും പോയിന്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. 1934 MN റോയിയാണ് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ നിർദ്ദേശപ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. തുടക്കത്തിൽ 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. വിഭജനത്തിന് ശേഷം
299 അംഗങ്ങളായി കുറഞ്ഞു. അതുപോലെ തന്നെ അതിൽ 15 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷാണി വേലായുധൻ, ആനി മസ്ക്രീൻ. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ താത്കാലിക അധ്യക്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രായം കൂടിയ വ്യക്തിത്വമായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതുപോലെ തന്നെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11 മുതൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിന്റെ വൈസ് പ്രസിഡന്റുമാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. ഭരണഘടനാ ഉപദേഷ്ടാവ് BN റാവു ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. നമുക്കറിയാം ഈ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നതെന്ന് പറഞ്ഞു. ഈ 1946 ഡിസംബർ 9 ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്, അതായത് ഇന്നത്തെ പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേരുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ലക്ഷ്യപ്രമേയം 2 ദിവസം കഴിഞ്ഞപ്പോൾ 1946 ഡിസംബർ 4 ദിവസം കഴിഞ്ഞപ്പോൾ നെഹ്റു അവതരിപ്പിച്ചു. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയപരിധി എന്ന് പറയുന്ന 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. 1949 നവംബർ 26 അങ്ങനെ ഭരണഘടന അംഗീകരിക്കുകയും ഈ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 ഓർത്തിരിക്കണം. 26 തൊട്ട് 2 ദിവസം മുമ്പ് 1950 ജനുവരി 24 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കുകയും അങ്ങനെ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം, ഭരണഘടനയുടെ ഭേദഗതിയെ കുറിച്ചാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഓപ്ഷൻ എ ആണ്, പാർലമെന്റിനാണ്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടനയിലെ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ, നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഭരണഘടന നിലവിൽ വരുമ്പോൾ അത് 7 മൗലിക അവകാശങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6 മൗലിക അവകാശങ്ങളാണ്. നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6 നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 3ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 3 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 നമുക്കറിയാം ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? സമത്വത്തിനുള്ള അവകാശം, അല്ലെ? റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ജാതി, മതം, ലിംഗം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്നും ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ രണ്ടാമത്തേതായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. പ്രസംഗിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ ആർട്ടിക്കിൾ 19 to 22 19 തൊട്ട് 22 പ്രതിപാദിക്കുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതുപോലെ തന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 3ാമത്തെ മൗലിക അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരെയുള്ള മൗലിക അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നിർബന്ധിത ജോലി, മനുഷ്യക്കടത്ത്, ബാലവേല എന്നിവയൊക്കെ നിരോധിക്കുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 to 24 അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള 4ാമത്തെ അവകാശം, മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനുമുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ് 5ാമത്തെ മൗലിക അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 to 30. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളിലാണ് ആർട്ടിക്കിൾ 29 to 30. നിങ്ങൾക്കിതെല്ലാം അറിയാവുന്നതാണ്. അതുപോലെ തന്നെ
ആറാമത്തെ മൗലിക അവകാശമായ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതാണ് ഹൃദയവും ആത്മാവും എന്ന ആർട്ടിക്കിൾ 32-നെയാണ് ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. നമ്മൾ പഠിച്ചു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് റിട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 32-ലാണ്. ഇതിനെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിച്ചത്. നമുക്കറിയാം തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇത് പാർലമെന്റിന്റെ 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഓർത്തിരിക്കുന്ന 1978-ലെ 44th ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്ത് മൗലിക അവകാശങ്ങളിൽ നിന്ന് എന്ത് ചെയ്ത് സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി. അതായത് ആർട്ടിക്കിൾ 300 ആർട്ടിക്കിൾ 300A മാറ്റി. അത് ഓർത്തിരിക്കണം. 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്കറിയാം ഹൈക്കോടതിയെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയൊക്കെ സമീപിക്കാൻ പറ്റും. അതിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആർട്ടിക്കിൾ 32 ആണ്. അത് ഓർത്തിരിക്കണം, ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ ആർട്ടിക്കിൾ 226 ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ആർട്ടിക്കിൾ, അതിനെ സമീപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 226ഉമാണ്. നമുക്ക് ആർട്ടിക്കിൾ 19 ബാലവേല നിരോധനത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 ബാലവേല നിരോധനമാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ആർട്ടിക്കിൾ 19 ബാലവേല നിരോധനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്ന സ്വത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി 2 പ്രധാന ആർട്ടിക്കിളിലാണ് പണ്ട് കാലത്ത് ഉൾപ്പെടുത്തിയിരുന്നത്. അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉൾപ്പെടുത്തിയിരുന്ന ആർട്ടിക്കിൾ 19(1)(f)ലും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31-ലും. അതായത് വസ്തുവകകൾ സമ്പാദിക്കാനും കൈവശം വെക്കാനും വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്ക് നൽകിയിരുന്ന ആർട്ടിക്കിളാണ്. അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 19(1)(f) എന്ന് പറയുന്നത് വസ്തുവകകൾ സമ്പാദിക്കാനും കൈവശം വെക്കാനും വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്ക് നൽകിയിരുന്ന ഇപ്പോൾ നിലവിലില്ല, അതറിയണം. ആർട്ടിക്കിൾ 31 നിയമപരമായ അധികാരമില്ലാതെ ഒരാളുടെയും സ്വത്ത് സർക്കാർ പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരുന്ന 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് സ്വത്തവകാശത്തെയും മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും നിലവിലെ സ്വത്തവകാശം എവിടെയാണ്? ഭരണഘടനയുടെ 12-ാം ഭാഗത്തിലാണ്, പാർട്ട് 12-ലാണ്. ആർട്ടിക്കിൾ 300A പ്രകാരം ഒരിത് ലീഗൽ റൈറ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, നിയമപരമായ അവകാശമെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ആർട്ടിക്കിൾ 300A പ്രകാരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് മൗലിക കടമകൾ. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നും മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. നമ്മളെ ഇന്ത്യൻ ഭരണഘടന പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ, അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതി, ഇവയെല്ലാം നമ്മൾ കടമെടുത്തിട്ടുള്ളത് മുൻ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ USSRൽ നിന്നാണ് മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ കടമെടുത്തത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ കുറിച്ച് പഠിച്ചു. തൊട്ടു മുമ്പ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പഠിച്ചു. ഈ ഭരണഘടനാ ഭേദഗതി നമ്മൾ കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങളും രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയെ കടമെടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്കറിയാം USA നിന്നാണ് മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വതന്ത്ര ജുഡീഷ്യറിയെക്കുറിച്ചും രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയാണ് അയർലൻഡിൽ നിന്ന്. അതുപോലെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് സമത്വം സാഹോദര്യം അതുപോലെ റിപ്പബ്ലിക്, ഇവയൊക്കെ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്.
യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ്, ബ്രിട്ടനിൽ നിന്നാണ് നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ചും ക്യാബിനറ്റ് സർക്കാരിനെ കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചുമൊക്കെ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കടമെടുത്തിട്ടുള്ളത്. കാനഡയിൽ നിന്ന് ഫെഡറലിസത്തെക്കുറിച്ചും അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രത്തിന് എന്നിവയെക്കുറിച്ചൊക്കെ ഉള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റും വാണിജ്യ സ്വാതന്ത്ര്യമൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഒരിക്കൽ കൂടി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കില്ല. യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി സമ്പ്രദായവും ക്യാബിനറ്റ് സർക്കാരിനെ കുറിച്ചും നിയമവാഴ്ചയെക്കുറിച്ചും, കാനഡയിൽ നിന്ന് ഫെഡറലിസവും അവശിഷ്ട അധികാരങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ളതും കടമെടുത്തു. ഓസ്ട്രേലിയയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റും വാണിജ്യ സ്വാതന്ത്ര്യവും നമ്മളെ കടമെടുത്തു. അമേരിക്കയിൽ നിന്ന് കടമെടുത്തത് മൗലിക അവകാശങ്ങളും സ്വതന്ത്ര ജുഡീഷ്യറിയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമാണ്. ഫ്രാൻസിൽ നിന്ന് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെ, റിപ്പബ്ലിക്. ഈ റിപ്പബ്ലിക്കൊക്കെ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്ത നിർദ്ദേശക ഡയറക്റ്റീവ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. അതുപോലെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്തതും അയർലൻഡിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും, മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കടമെടുത്തു. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭരണഘടനയുമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ്. മിശ്രഭോജനം സംഘടിപ്പിച്ച് നമുക്കറിയാം, ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെയാണ് മിശ്രഭോജനം ആര് സംഘടിപ്പിച്ചത്? സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത്. സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് 1889 മരണമടയുന്നത് 1968. കേരളത്തിലെ പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനും യുക്തിവാദിയുമൊക്കെ ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ്, നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ വിപ്ലവകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. 1917 ആ വർഷം അറിഞ്ഞിരിക്കണം. 1917 സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഭോജനം അദ്ദേഹം സംഘടിപ്പിച്ചത് എവിടെയാണ്? ചെറായിലാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ്, ഈ മിശ്രഭോജനം സംഘടിപ്പിച്ചത് കൊണ്ടാണ് പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ജാതിഭ്രഷ്ടനാക്കാനായിട്ടൊക്കെ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അഭിമാനത്തോടെ അത് സ്വീകരിക്കുകയും സഹോദരൻ അയ്യപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. പുലയൻ അയ്യപ്പൻ എന്ന് മിശ്രഭോജനം നടത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ജാതിഭ്രഷ്ടനാക്കിയെങ്കിലും അദ്ദേഹം അത് അഭിമാനത്തോടെ സ്വീകരിക്കുകയും സഹോദരൻ അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 1917 തന്നെയാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചോടനുബന്ധിച്ച് തന്നെയാണ് സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ 1917 സ്ഥാപിക്കുന്നത്. ജാതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് സഹോദര സംഘം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം തിരുത്തുന്നുണ്ട്. ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ദൈവത്തിന് മനുഷ്യന് എന്ന സന്ദേശത്തെ അദ്ദേഹം ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെ എന്ന് പരിഷ്കരിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരന്റെ ഒരു പത്രമാണ്, സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരൻ അയ്യപ്പൻ എന്ത് ചെയ്ത് സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനം, കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ റേഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ പിതാവ്, എക്സാമിന് ചോദിക്കാം. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി എന്ന മാസികയുടെ പത്രാധിപരായും അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി നിയമസഭാ അംഗമായും തിരുക്കൊച്ചിയിലെ മന്ത്രിയായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. എന്നാൽ പന്തിഭോജനം, ഈ പന്തിഭോജനം 1913 1917 മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ ചെറായിൽ സംഘടിപ്പിക്കുന്നത്. പന്തിഭോജനം സംഘടിപ്പിച്ച 1913 ആരാണ്? തൈക്കാട് അയ്യ ആണ്. തൈക്കാട് അയ്യ ഗുരുവാണ് പന്തിഭോജനം 1913 സംഘടിപ്പിക്കുന്നത്. ആരാണ്? തൈക്കാട് അയ്യ. കേരളത്തിൽ ആദ്യമായി സംഘടിതമായി നടന്ന പന്തിഭോജനമാണ് തൈക്കാട് അയ്യ സംഘടിപ്പിച്ച പന്തിഭോജനം 1913. പന്തി എന്നാൽ വരി എന്നാണ് അർത്ഥം. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു വരിയിലിരുത്തി ആഹാരം നൽകുന്ന രീതിയാണ്
ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളി തുടങ്ങിയവരൊക്കെ 1913 പന്തി ഭോജനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയവരൊക്കെ തൈക്കാട് അയ്യ നടത്തിയ പന്തി ഭോജനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇല്ല ജാതിഭേദം മതമേതുമാകട്ടെ എല്ലാവരും ഒരേ പന്തിയിൽ എന്നതായിരുന്നു പന്തി ഭോജനം സംഘടിപ്പിച്ചതിന്റെ കാതൽ എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇല്ല ജാതിഭേദം മതമേതുമാകട്ടെ എല്ലാവരും ഒരേ പന്തിയിൽ എന്നതായിരുന്നു പന്തി ഭോജനം തൈക്കാടയ്യ സംഘടിപ്പിച്ചതിന്റെ സന്ദേശം എന്ന് പറയുന്നത്. 1913 പന്തി ഭോജനം സംഘടിപ്പിച്ചത്. ആ പന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ഓക്കെ അല്ലേ? അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന് നേതൃത്വം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ കേളപ്പനാണ് കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ ഭാഗമായിട്ടാണ് കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. നമുക്കറിയാം പ്രധാന വേദി കേരളത്തില് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, അതായത് ഉളിയത്ത് കടവ് ആണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. ഉളിയത്ത് കടവ് പയ്യന്നൂരിലെ കണ്ണൂർ ജില്ലയിലെ സത്യാഗ്രഹത്തിലെ സജീവ പങ്കാളിത്തം പരിഗണിച്ചിട്ടാണ് 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. ഈ പയ്യന്നൂരാണ് 2ാം ബർദോളി എന്നറിയപ്പെടുന്നത്. അത് ഉപ്പു സത്യാഗ്രഹത്തിലെ സജീവ പങ്കാളിത്തം പരിഗണിച്ചിട്ടാണ് 2ാം ബർദോളി എന്ന പേര് പയ്യന്നൂരിന് വന്നത്. അപ്പൊ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930 നിങ്ങൾക്കറിയാം. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1930 ഏപ്രിൽ 13 കോഴിക്കോട് നിന്നാണ് 33 അംഗ ജാഥ എവിടേക്ക് യാത്ര തിരിച്ചത്? പയ്യന്നൂരിലേക്ക് യാത്ര തിരിച്ചത്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1930 ഏപ്രിൽ 13. അതുപോലെ തന്നെ 1930 ഏപ്രിൽ 21 ജാഥ പയ്യന്നൂരിലെത്തുകയും ഏപ്രിൽ 23 ഓർത്തിരിക്കണം, ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഈ സത്യാഗ്രഹ ജാഥയിലുടനീളം നമുക്കറിയാം ആലപിച്ചിരുന്ന പ്രശസ്തമായ ഗാനമാണ് അംഷി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചര്യ. അപ്പോൾ അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഗാനം രചിച്ചത്. ഇത് ഈ ഉപ്പു സത്യാഗ്രഹ ജാഥയുടെ യാത്രയിലുടനീളം ആലപിച്ച ഗാനമാണ്. കേരളത്തിലെ മറ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിന്റെ? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. ഈ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ സത്യാഗ്രഹത്തിന് മറ്റൊരു പ്രധാന കേന്ദ്രമായിരുന്നു. ഇവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പി കൃഷ്ണപിള്ള തുടങ്ങിയ നേതാക്കള് നേതൃത്വം നൽകിയിരുന്നു. അതേപോലെ മറ്റു നേതാക്കള് പി കൃഷ്ണപിള്ള, മൊയ്യാരത്ത് ശങ്കരൻ, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ തുടങ്ങിയവരൊക്കെയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ. കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം, ഇമ്പോർട്ടന്റ് ആണ്, ഒരുപക്ഷെ അങ്ങനെയും ചോദിക്കാം, കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. അറിഞ്ഞിരിക്കണം, മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. കുളച്ചൽ യുദ്ധം 1741 തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന ചരിത്രപ്രധാനമായിട്ടുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഏഷ്യയിൽ ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു തദ്ദേശീയ രാജ്യം പരാജയപ്പെടുത്തിയ ആദ്യത്തെ പ്രധാന യുദ്ധം എന്ന നിലയിൽ ഇത് ലോക ചരിത്രത്തിൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചതാണ് കുളച്ചൽ യുദ്ധം. ഏഷ്യയിലെ ഒരു യൂറോപ്യൻ ശക്തിയെ ഒരു തദ്ദേശീയ രാജ്യം എന്ത് ചെയ്തു? പരാജയപ്പെടുത്തിയതാണ്. ഡച്ചുകാരെ പരാജയപ്പെടുത്തിയായിരുന്നു 1741 കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂർ സൈന്യത്തെ നയിച്ചത് നമുക്കറിയാം മാർത്താണ്ഡവർമ്മയാണെന്നറിയാം. അതുപോലെ ഡച്ചുകാരുടെ സൈന്യാധിപൻ യൂസ്റ്റാച്ചിയസ് ഡിലനോയി ആയിരുന്നു. ഈ ഡച്ച് സൈന്യത്തിന് നേതൃത്വം നൽകിയ യൂസ്റ്റാച്ചിയസ് ഡിലനോയി എന്ത് ചെയ്യുന്നുണ്ട്? കീഴടങ്ങുകയും യുദ്ധത്തിൽ തടവുകാരനായി ഡിലനോയിയെ പിടിക്കപ്പെടുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ ഈ ഡിലനോയിയെ തന്റെ സൈന്യത്തിന്റെ തലവനായിട്ടൊക്കെ നിയമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ കപ്പിത്താൻ, തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിഷ്കരിച്ചത് ആരാണ്? ഈ ഡിലനോയിയാണ്. അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നുണ്ട്, അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആറ്റിങ്ങൽ കലാപമാണ്. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് എന്നാണ് ആറ്റിങ്ങൽ കലാപം എന്ന്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിന് 20 വർഷങ്ങൾക്ക് മുമ്പാണ്. 1721 ഏപ്രിൽ 15 ചരിത്ര പ്രധാനമായ ഈ സംഭവം നടക്കുന്നത്, ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1695 അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ ഇംഗ്ലീഷുകാർക്ക് ആറ്റിങ്ങൽ റാണി അനുവാദമൊക്കെ നൽകിയിരുന്നു. എന്നാൽ ഇംഗ്ലീഷുകാർ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക സ്ഥാപിക്കുകയും കർഷകരെയൊക്കെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ വില്യം ഗിഫോർഡ് ആറ്റിങ്ങൽ റാണിക്ക് നൽകേണ്ട വാർഷിക സമ്മാനങ്ങൾ എന്ത് ചെയ്തു? പ്രാദേശിക പ്രഭുക്കളായ 8 വീട്ടിൽ പിള്ളമാരിലൂടെ അയക്കുന്നതിന് പകരം എന്ത് ചെയ്തു? നേരിട്ട് കൊട്ടാരത്തിൽ എത്തിക്കാൻ തീരുമാനിച്ചതാണ് ആറ്റിങ്ങൽ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ട കാരണം. ഗിഫോർഡിന്റെ ധാർഷ്ട്യവും നാട്ടുകാരുടെ ആചാരങ്ങളോടുള്ള അവഗണനയൊക്കെ ജനങ്ങളെ ചൊടിപ്പിക്കുകയും അങ്ങനെ സമ്മാനങ്ങളുമായി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് പോയ ഗിഫോർഡിനെയും 140ഓളം വരുന്ന ഇംഗ്ലീഷ് സൈനികരെയും ആറ്റിങ്ങിനടുത്തുള്ള കൊല്ലമ്പുഴയിൽ വെച്ച് നാട്ടുകാർ ആക്രമിക്കുകയും അവരെ ഒന്നടങ്കം വധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 1721 ആറ്റിങ്ങൽ കലാപം. ആക്രമണത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് നാട്ടുകാർ? 1695 പണിത അഞ്ചുതെങ്ങ് കോട്ടയൊക്കെ വളയുകയും ഏകദേശം 6 മാസത്തോളം ഉപരോധമൊക്കെ തുടരുന്നുണ്ട്. പിന്നീട് തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ ബ്രിട്ടീഷ് സൈന്യത്തെ എത്തിച്ചാണ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നത്. ഈ കലാപത്തിന് ശേഷം 1721 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം 1721 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം 1721 ഏപ്രിൽ 15 ഈ ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം വേണാട് കരാർ നിലവിൽ വരുന്നുണ്ട്. എക്സാമിന് ചോദിക്കാം. വേണാട് കരാർ 1723 കലാപത്തിന് ശേഷം 1723 മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷുകാരും തമ്മിൽ വേണാട് കരാറിൽ ആരൊക്കെയാണ് ഒപ്പുവെക്കുന്നത് ഓർത്തിരിക്കണം. മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷുകാരും തമ്മിലാണ് വേണാട് കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സ്വാധീനം ഉറപ്പിക്കുന്നതിനൊക്കെ ഈ വേണാട് കരാറ് വഴിയൊരുക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ നിങ്ങൾക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓപ്ഷനകത്ത് വക്കം അബ്ദുൾ റഹ്മാൻ ഒക്കെ തന്നിട്ടുണ്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വിട്ടേ. അപ്പം വക്കം മൗലവിയാണ്. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പ്രത്യേക ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ മതിയാവും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു പ്രത്യേക ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആര്? എളുപ്പമാണല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക ആരാണ്? അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയെയാണ്, തെറ്റരുത്, അരുണ ആസിഫ് അലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കുറേയധികം ക്വസ്റ്റ്യൻസ് പഠിച്ചു, അതിനോടൊപ്പം അനുബന്ധ വസ്തുതകളും പഠിക്കുന്നുണ്ട്. കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നും അറിയപ്പെടുന്നത്. 1909 ജനിക്കുകയും 1996 മരണപ്പെടുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതാക ഉയർത്തിയതോടുകൂടിയാണ് അരുണ ആസിഫ് അലി രാജ്യമെമ്പാടും പ്രശസ്തമാകുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ എവിടെയാണ്? ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതാക ഉയർത്തിയതോടുകൂടി. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യ, അതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പോരാട്ട വീര്യം കണക്കിലെടുത്താണ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് സ്വാതന്ത്ര്യ സമരത്തിലെ വയോധിക അല്ലെങ്കിൽ വന്ധ്യവയോധിക എന്ന് അരുണ ആസിഫ് അലിയെ വിളിക്കുന്നത്. അതും അറിഞ്ഞിരിക്കണം. 1997 മരണാനന്തര ബഹുമതിയായിട്ട് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നമൊക്കെ അരുണ ആസിഫ് അലിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ 1958 ഡൽഹി കോർപ്പറേഷന്റെ ആദ്യ
വനിതാ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അരുണ ആസിഫ് അലിയാണ്. ലിങ്ക് എന്ന വാരികയും പേട്രിയറ്റ് എന്ന പത്രവും ആരംഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. പേട്രിയറ്റ് ഇപ്പൊ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നതും വാരികയും പേട്രിയറ്റ് എന്ന പത്രവും ആരംഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്? അരുണ ആസിഫ് അലി. ഭാരതരത്നത്തിന് പുറമെ 1992 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര സമാധാനത്തിലുള്ള, എങ്ങനെയും ചോദിക്കുക എക്സാമിന്, അന്താരാഷ്ട്ര സമാധാനത്തിലുള്ള ലെനിൻ പ്രൈസ് കരസ്ഥമാക്കിയതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫ് അലിയാണ്. 1964 അന്താരാഷ്ട്ര സമാധാനത്തിലുള്ള ലെനിൻ പ്രൈസ് അരുണ ആസിഫ് അലിക്ക് ലഭിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 12 ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വസ്തുതകളും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയുള്ള എക്സാം എല്ലാം പ്രയോജനം ചെയ്യും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.